ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് തന്നെ വിചാരിക്കണേ. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ പറയും പോലെ ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുഞ്ഞപ്പനെ മുട്ടക്കുട്ടിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ഇപ്പച്ചയും കൂടെ കൂടിയിട്ട് കുഞ്ഞപ്പനെ മുട്ടക്കുട്ടിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവനിപ്പോൾ 4 months ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മുടിയൊക്കെ കളഞ്ഞു കൊടുക്കണമെന്ന് പറയും കേട്ടോ. അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. എന്തായാലും നമ്മൾ ഇന്ന് മുടി കളയാൻ പോവാണ്. അത്യാവശ്യമായിട്ടുണ്ട് അവൻ്റെ മുടി. സംഭവം നിസ്സാര കാര്യമാണ്. ബാർബർ ഷോപ്പിൽ പോകുന്നു, മുടി കളയുന്നു, വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ഗെറ്റപ്പിനൊന്നും ഒരു കുറവും നമ്മൾ അവന് വരുത്തി കൊടുത്തിട്ടില്ല. നല്ല മാറ്റി സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട്. ബാർബർ ഷോപ്പിലോട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് ഇവനെയും പൊക്കി പിടിച്ച് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ഒന്നിങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ടർക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ഇത് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിന് തരില്ലേ, ആ ഒരു ടർക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെടുത്തുള്ളത് മൊത്തം ഭയങ്കര വലുതാണ്. ഇവനാണെങ്കിൽ ടർക്കി ഇടുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്തായാലും നമ്മളങ്ങനെ അവിടെ മുടി വെട്ടണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിന് മുൻപ് ഒരു പ്രാവശ്യം മുടി വെട്ടാനും നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അവനെ കൊണ്ട്. അന്നേരം അവന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എന്തോ വലിയ ഉഷാറൊന്നുമില്ല. അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവനെ തന്നെ ആ കണ്ണാടിയിൽ അങ്ങോട്ട് കണ്ടത്. പിന്നെ ആൾ ഓക്കെ ആയി, വലിയ കുഴപ്പമൊന്നുമില്ല. മുടി കളഞ്ഞെടുക്കണ ഈ കാക്കയും നല്ല അടിപൊളിയാണ് കേട്ടോ. പാട്ടൊക്കെ പാടി കൊടുക്കണുണ്ട്, താരാട്ടൊക്കെ പാടി. എന്തായാലും നമ്മുടെ കുഞ്ഞപ്പനെ ആളങ്ങ് പാട്ടിലാക്കി എടുത്തിട്ടുണ്ട്. കുട്ടിയെ ഷോപ്പിൽ മൊത്തം തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്സ് ഒന്നും എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു പരിധി വിട്ട് ഓവറായിട്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ ഉപ്പച്ചിക്കും ദേഷ്യം പിടിക്കും. എന്തായാലും കുറച്ചൊക്കെ ക്ലിപ്സ് കിട്ടിയല്ലോ, അതിന് അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ മുട്ടക്കുട്ടിനെയും തൂക്കി പിടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ചെറുപ്പത്തിൽ കുട്ടികളെ മുട്ട അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാണാൻ. എന്തായാലും അവനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി അടിപൊളിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കടന്ന് ഇന്നത്തെ നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ വന്നിട്ട് ദോശയും സാമ്പാറൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മത്തനും അതേപോലെ തന്നെ നമ്മുടെ വെണ്ടക്ക, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ച്. സാമ്പാർ ഏതായാലും ഉണ്ടാക്കല്ലേ, അപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് ദോശ തന്നെ ആയിരിക്കും വീണ്ടും. സോ അതിക്കും കൂടെ ഉള്ളത് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 നേരത്തേക്കുള്ള സാമ്പാറാണ് ഞാനിപ്പോൾ ആക്കിയെടുക്കുന്നത്. മാസാവസാനം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുള്ള പരിപ്പൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ് ഞാൻ ആക്കിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ വെള്ളവും ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങ് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പൊന്താനതിന് ചെറിയ കുറച്ചല്ലേ ഉള്ളൂ, വലിയൊരു പാത്രല്ലേ പൊന്തിക്കണേ. ദോശമാവ് പൊങ്ങി വരാത്തതിന് പരാതി പറയാണ് കേട്ടോ. ഇപ്പോൾ പരാതിയൊന്നുമല്ല, ജസ്റ്റ് അതായത് ഇപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മാവൊക്കെ നല്ല ഇങ്ങനെ പാത്രം നിറയെ അങ്ങനെ പൊന്തി കിടക്കണം, അതാണ് ഇഷ്ടം. എന്തായാലും നമ്മളിതവിടെ ദോശയൊക്കെ അങ്ങ് ചൂടാൻ പോവുകയാണേ. കുറച്ച് മുമ്പ് എങ്ങാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടമെന്ന്. സോ നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞതല്ല, ഇത് മൊരിഞ്ഞതാണ്. ഞാൻ വീണ്ടും പറയാണ്, അന്നേരം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൊരിയണതാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണം ദോശയും അതേപോലെ തന്നെ പാലപ്പവും ആക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുവാണേ. അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, സാമ്പാർ പൊടി, അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ അതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പല വീട്ടിലും പല സ്റ്റൈലിലാണല്ലോ എല്ലാ ഫുഡും ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കൽ. ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ
ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി. ഇനി ഇതല്ല, ഇവളിപ്പോൾ ഇത് സാമ്പാർ ഉണ്ടാക്കുന്നത് ഞങ്ങളെ കൂടി പഠിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. എനിവേ, സാമ്പാറിലോട്ട് നമ്മൾ പുളിവെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടെ ഫൈനലായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഇങ്ങനെ ഒരു ബളബളബള പോലെ ആയി നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തിട്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറെക്കുറെ ഇതിൻ്റെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ടുള്ള നല്ല ജീരകം, കടുക്, ഉലുവ, കറിവേപ്പില അതും കൂടെ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാമ്പാർ പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എക്സ്ട്രാ അതും കൂടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എനിവേ, നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. സ്കൂളൊക്കെ വിട്ട് നിഷു എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കുട്ടിനെ കണ്ടിട്ടുള്ള അവളുടെ ആ ഒരു റിയാക്ഷനും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്താത്താൻ്റെ കുട്ടിനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഓവറായിട്ട് കുഞ്ഞപ്പനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മൂത്രമൊക്കെ ഒഴിച്ച് പണി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇത്താത്താക്ക് മൂത്രമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആൾ ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാ നല്ല കിടിലൻ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.